നമസ്കാരം. എല്ലാവർക്കും ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം സ്വാഗതം. നാളെ ഏപ്രിൽ മാസം 1-ാം തീയതി പുതിയൊരു മാസം കൂടി പിറക്കുകയാണ്. എല്ലാ മലയാള മാസവും ഇംഗ്ലീഷ് മാസവും ആദ്യം തന്നെ നമ്മൾ പ്രശ്നം വെച്ച് നോക്കാറുണ്ട്. ഇന്ന് പ്രശ്നം വെച്ചപ്പോൾ കണ്ട കാര്യങ്ങളാണ് ഇന്നിവിടെ പറയുന്നത്. പ്രത്യേകിച്ച് ഈ നക്ഷത്ര ജാതകർക്ക് ഏപ്രിൽ മാസത്തിൽ ചില നല്ല കാര്യങ്ങൾ സംഭവിക്കും. ഇവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ചിലർക്കൊക്കെ വളരെ അനുകൂലമായ സമയമാണെങ്കിലും മറ്റു ചിലർ വളരെ സൂക്ഷിക്കേണ്ട സമയം കൂടിയാണ്. എല്ലാ മാസത്തിൻ്റെയും തുടക്കത്തിൽ തന്നെ പ്രശ്നം വയ്ക്കും. പ്രശ്നം വെച്ചതിന് ശേഷം ആ നക്ഷത്ര ജാതകർക്ക് എന്തൊക്കെയാണ് വരാനിരിക്കുന്നതെന്ന് നമ്മൾ അറിയുകയും അതിനുള്ള പരിഹാരങ്ങൾ നിർദ്ദേശിക്കുകയും ചെയ്യാറുണ്ട്. ഇന്നിവിടെ ഈ 10 നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ ഇക്കാര്യങ്ങൾ സംഭവിച്ചിരിക്കും. ഈ 10 നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ ചില സുപ്രധാനമായ കാര്യങ്ങൾ സംഭവിക്കാൻ പോവുകയാണ്. പ്രവചനം പലപ്പോഴും സത്യമായി തീരാറുണ്ട്. ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുക തന്നെ ചെയ്യും. ഏപ്രിൽ മാസത്തിൽ ഏപ്രിൽ മാസം ഈ നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് വളരെയേറെ ഗുണപ്രദം തന്നെയാണ്. ആ 10 നക്ഷത്ര ജാതകർ ഇവരാണ്: അശ്വതി, കാർത്തിക, ആയില്യം, പുണർദം, മകം, പൂരം, പൂരാടം, ഉത്രട്ടാതി, ചതയം, രേവതി. പ്രശ്നപ്പലക എടുത്തു വെച്ച് പ്രശ്നം തുടങ്ങിയപ്പോൾ തന്നെ കണ്ട കാര്യം പുണർദം നക്ഷത്ര ജാതകരെ കുറിച്ചാണ്. സാക്ഷാൽ മഹാഗണപതി ഭഗവാനെ തന്നെയാണ് പ്രശ്നപ്പലകയിൽ കണ്ടത്. അതായത് സകല വിഘ്നങ്ങളും മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ആദ്യത്തെ നക്ഷത്രമായ പുണർദം എത്താൻ പോവുകയാണ്. പുണർദത്തിൻ്റെ എല്ലാ സങ്കടങ്ങളും മാറാൻ പോവുകയാണ്. പുണർദം നക്ഷത്ര ജാതകരെ കുറിച്ച് പറയുകയാണ് എങ്കിൽ ഒരുപാട് കാലങ്ങളായി ഒരുപാട് ദുരിത ദുഃഖങ്ങളിലൂടെ സങ്കടങ്ങളിലൂടെ കടന്നു പോകുന്ന നക്ഷത്രമാണ്. ആർക്കെന്തുപകാരം ചെയ്താലും അതൊക്കെ തിരിച്ചടിയാകാറുണ്ട്. വളരെ ആത്മാർത്ഥത കാട്ടി പലരോടും നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ അവിടെ നിന്നൊക്കെ ഈ നക്ഷത്രത്തിന് തിരിച്ചടികൾ ലഭിച്ചിട്ടുണ്ട്. അത് അല്പം വൈകിയല്ല, ഉടനെ തന്നെ അവർക്ക് ലഭിച്ചിട്ടുണ്ട്. എന്നിട്ടും ഇവർ പാഠങ്ങൾ പഠിക്കില്ല. വീണ്ടും അത് തന്നെ ആവർത്തിക്കും. ആർക്കു വേണ്ടിയും എന്ത് ചെയ്യാനും മടിക്കാത്തവരാണ്. സ്നേഹസമ്പന്നരാണ്. പക്ഷേ പലപ്പോഴും ഈ നക്ഷത്ര ജാതകർക്ക് അതിൽ നിന്നും കരയേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. നല്ലതെന്ന് കരുതി ജീവിതത്തിൽ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ അബദ്ധമായിട്ടുണ്ട്. ആർക്കെന്തുപകാരം ചെയ്താലും അവിടെയൊക്കെ ഇവർക്ക് തിരിച്ചടി ലഭിച്ചിട്ടുണ്ട്. അടുത്ത് നിന്നവർ പോലും ശത്രുക്കളെപ്പോലെ പെരുമാറുന്ന അവസ്ഥയാണ് ഇവരെ സംബന്ധിച്ച്. എന്നാൽ പുണർദം നക്ഷത്ര ജാതകർക്ക് ഈ ഒരു മാസക്കാലം, ഈ ഏപ്രിൽ മാസക്കാലം ഏറ്റവും അധികം ഭാഗ്യത്തിൻ്റെയും ഉയർച്ചയുടെയും സമയം തന്നെയായിരിക്കും. ഇവരുടെ സകല സങ്കടങ്ങളും മാറും. ഏപ്രിൽ അവസാനത്തോടു കൂടി ഇവരുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം ഇവർക്ക് സംഭവിക്കും. ആശിച്ചതും ആഗ്രഹിച്ചതുമായ കാര്യങ്ങളൊക്കെ ഇവർക്ക് ഇവരുടെ ജീവിതത്തിൽ നടക്കുന്ന സമയമാണ്. പുണർദം രക്ഷപ്പെടുക തന്നെ ചെയ്യും. പുണർദത്തിന് നല്ല സമയമാണ്. ദേവീക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തണം. എല്ലാ മാസവും ഗണപതി ഭഗവാന്റെ മുന്നിൽ പോയി ഏത്തമിട്ട് പ്രാർത്ഥിക്കുക. അതൊക്കെ ജീവിതത്തിൽ ഒരുപാട് മാറ്റത്തിന് പുണർദത്തിന് കാരണമാകും. പുണർദത്തിൻ്റെ നല്ല നാളുകൾ ഇനി ആരംഭിക്കാൻ പോവുകയാണ്. പുണർദം ഒരുപാട് അനുഭവിച്ചു കഴിഞ്ഞു ജീവിതത്തിൽ. എന്നാൽ ഒരു വലിയ മാറ്റം ഇവരുടെ ജീവിതത്തിൽ ഇനി വന്നു ചേരും. പുണർദം രക്ഷപ്പെടുക തന്നെ ചെയ്യും. അത്രയധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും ഐശ്വര്യത്തിലേക്കും സമൃദ്ധിയിലേക്കുമാണ് പുണർദം നക്ഷത്ര ജാതകർ എത്തുന്നത്. ഭാഗ്യമാണ്, ഉയർച്ചയാണ്. ഈ ഏപ്രിൽ മാസത്തിൽ ചില നല്ല കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കും. പ്രശ്നപ്പലകയിൽ തെളിഞ്ഞത് അങ്ങനെ തന്നെയാണ്. പുണർദം രക്ഷപ്പെടാൻ പോകുന്നു. പുണർദത്തിന് വലിയൊരു മാറ്റം ജീവിതത്തിൽ വന്നു ചേരാൻ പോകുന്നു. ഇവർ ആശിച്ചതും കൊതിച്ചതുമൊക്കെ ഇവരുടെ ജീവിതത്തിൽ ഏപ്രിൽ മാസത്തിൽ നടന്നു കിട്ടും. 10-ാമതയും കൂടിയാണ്, മേടമാസം കൂടിയാണ്. എല്ലാ രീതിയിലും സമൃദ്ധിയിലേക്കും സന്തോഷത്തിലേക്കും ഇവർ എത്തിച്ചേരും. നടക്കില്ല എന്ന് കരുതിയ പല കാര്യങ്ങളും ഇവരുടെ ജീവിതത്തിൽ ഇനി നടന്നു കിട്ടുന്ന സമയമാണ്. പുണർദം രക്ഷപ്പെടുക തന്നെ ചെയ്യും. 2-ാമത്തെ നക്ഷത്രം മകം നക്ഷത്രമാണ്. മകം നക്ഷത്ര ജാതകരെ കുറിച്ച് ചിന്തിച്ചപ്പോൾ പ്രശ്നപ്പലകയിൽ തെളിഞ്ഞത് സാക്ഷാൽ ഭദ്രകാളിയുടെ രൂപം തന്നെയാണ്. അമ്മ മഹാമായ പൊന്നു തമ്പുരാട്ടി നിങ്ങളെ രക്ഷപ്പെടുത്തും. ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ച ദുരിത ദുഃഖങ്ങളിലൂടെ പോകുന്ന മകം നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ ചില നല്ല കാര്യങ്ങൾ ഇനി സംഭവിക്കും. ഏപ്രിൽ മാസം മകം നക്ഷത്ര ജാതകർക്ക്
വളരെ അനുകൂലമായ സമയമാണ്. ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും മാറി രക്ഷപ്പെടുവാൻ മകൻ നക്ഷത്ര ജാതകർക്ക് കഴിയും. നിങ്ങൾ ധൈര്യമായിരിക്കുക. നിങ്ങൾക്ക് സാക്ഷാൽ ഭഗവതി ആദിപരാശക്തിയുടെ അനുഗ്രഹമുണ്ടാകും. സാക്ഷാൽ ഭഗവതിയുടെ അനുഗ്രഹം നിങ്ങളെ വലിയ നിലയിൽ വലിയ ഭാഗ്യാനുഭവങ്ങളിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കും. ഉരുകി ഉരുകി മനസ്സ് വെണ്ണീറായിരിക്കുന്ന നിങ്ങൾക്ക് ആഗ്രഹിച്ചതൊക്കെ ലഭിക്കും. കഴിഞ്ഞുപോയ കാലഘട്ടത്തിൽ ഒരുപാട് ദുഃഖത്തിലൂടെ, ദുരിതത്തിലൂടെ, സങ്കടത്തിലൂടെ കടന്നു പോകുന്ന നിങ്ങൾക്ക് ഇനി ശുഭാപ്തി വിശ്വാസത്തോട് മുന്നോട്ട് പോകാം. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നടന്നു കിട്ടും. മകത്തിനിത് ഭാഗ്യത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും സമയമാണ്. അടുത്ത നക്ഷത്ര ജാതകരിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു. എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കര പായസം നേദിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്, പൂജകൾ ചെയ്യുന്നതാണ്. നാളെ ചൊവ്വാഴ്ചയാണ്, ഏപ്രിൽ 1 പ്രത്യേക പൂജയുണ്ടായിരിക്കും. ഗണപതി ഹോമവും ഉണ്ടായിരിക്കും. ഗണപതി ഹോമത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഗണപതി ഹോമം എന്നൊന്ന് എഴുതിയാക്കണേ. അടുത്ത നക്ഷത്രം കാർത്തികയാണ്. ഒരുപാട് ദുരിതങ്ങളാണ്, ഒരുപാട് ദുഃഖങ്ങളാണ്. എന്തിനു വേണ്ടി എൻ്റെ തലയിൽ ഇത്രയേറെ ഭാരങ്ങൾ വെച്ചു എന്ന് പലപ്പോഴും ചിന്തിക്കുന്ന ഒരു നക്ഷത്രമാണ് കാർത്തിക. എന്നാൽ കാർത്തികയ്ക്ക് ഇത് ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും മാസമാണ്. ഏപ്രിൽ മാസം ഇവരെ സംബന്ധിച്ച് ചില നല്ല കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കും. ആത്മാർത്ഥമായി എല്ലാ കാര്യത്തിനും മുന്നിട്ടിറങ്ങുക. കാർത്തികയ്ക്ക് ഇത് സൗഭാഗ്യത്തിൻ്റെ സമയമാണ്. ഒരു വലിയ നേട്ടത്തിൻ്റെ സമയം, ഒരു വലിയ ഉയർച്ചയുടെ സമയം, ആശിച്ചതും ആഗ്രഹിച്ചതുമൊക്കെ നേടിയെടുക്കാൻ കഴിയുന്ന സമയം. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്, ഒരുപാട് ബുദ്ധിമുട്ടുകൾ സഹിച്ചിട്ടുണ്ട്. എന്നാൽ ഇനി നിങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ടിറങ്ങിക്കോളൂ. ഈ പറയുന്ന കാര്യങ്ങൾ സത്യമായി തീരും. നിങ്ങളുടെ ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ സംഭവിക്കും. ഉറപ്പായും ഭാഗ്യാനുഭവങ്ങളുടെ സമയം തന്നെയാണ്. ഒത്തിരി നേട്ടങ്ങൾ, ഒത്തിരി ഭാഗ്യങ്ങൾ വന്നു ചേരും. അടുത്ത നക്ഷത്രം ആയില്യമാണ്. ആയില്യത്തിനും ഇത് സമൃദ്ധിയുടെ സമയമാണ്. ആയില്യ നക്ഷത്ര ജാതകരെക്കുറിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ കുറേ നാളുകളായി ഒരുപാട് കഷ്ടതകൾ അനുഭവിക്കുന്ന നക്ഷത്രം തന്നെയാണ്. ആർക്കെന്തുപകാരം ചെയ്താലും അതിൽ നിന്നും ഒന്നും ഒരു പ്രയോജനവും ഇവർക്ക് ലഭിച്ചിട്ടില്ല. പലപ്പോഴും നന്മ ചെയ്തിട്ടുള്ളവർക്കൊക്കെ തിരിച്ചടികൾ മാത്രമാണ് ഇവർക്കെതിരെ ഉണ്ടായിട്ടുള്ളത്. അതായത് ആയില്യ നക്ഷത്ര ജാതകർ ആർക്കെന്തുപകാരം ചെയ്താലും ഏറ്റവും അവസാനം ഈ ആയില്യ നക്ഷത്ര ജാതകർക്ക് പേരുദോഷം കേൾക്കേണ്ട അവസ്ഥ വന്നു ചേരുന്നു. എന്നാൽ അതിൽ നിന്നുമൊക്കെ ഒരു വലിയ മാറ്റം വന്നു ചേരുന്നു. ശത്രുക്കളൊക്കെ ധാരാളമുള്ള സമയമാണ്. ഈ ശത്രുശല്യങ്ങളൊക്കെ മാറിക്കിട്ടും. ആയില്യ നക്ഷത്ര ജാതകർ രക്ഷപ്പെടുക തന്നെ ചെയ്യും. ജീവിതത്തിലെ സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും സമയമാണ് ഏപ്രിൽ മാസം ഇവരെ സംബന്ധിച്ച്. ഭാഗ്യാനുഭവങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി ഇവരെ തേടി വരും. ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക. ഒത്തിരി സൗഭാഗ്യങ്ങളാണ്, ഒത്തിരി നേട്ടമാണ് ഇവർക്ക് വന്നു ചേരാൻ പോകുന്നത്. അടുത്ത നക്ഷത്രം പൂരാടമാണ്. പൂരാടം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് കഴിഞ്ഞ കുറേ നാളുകളായി വളരെയേറെ പരീക്ഷണങ്ങൾ തന്നെയായിരുന്നു. എന്തിനിറങ്ങി തിരിച്ചാലും ഒരു രക്ഷയുമില്ലാത്ത അവസ്ഥ. പലയിടത്തും പരീക്ഷണങ്ങൾ. ഒന്ന് രക്ഷപ്പെടണം എന്ന് മനസ്സിൽ കരുതി പല കാര്യങ്ങളും ചെയ്യും. പക്ഷേ അവിടെയൊക്കെ ഇവർക്ക് തിരിച്ചടികൾ മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ. എന്നാൽ വലിയൊരു മാറ്റം പൂരാട നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ ഇനി വന്നു ചേരും. ഇവരെ സംബന്ധിച്ച് ഒരുപാട് ഗുണപ്രദമായ കാര്യങ്ങളാണ്. ശനിമാറ്റവും വ്യാഴത്തിൻ്റെ ഇതൊക്കെ ഇവർക്ക് വലിയ ഗുണം ചെയ്യും. പൂരാടൻ രക്ഷപ്പെടുക തന്നെ ചെയ്യും. ഏപ്രിൽ മാസത്തിൽ ഇവർക്ക് നല്ല കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ പലതും നടക്കുന്ന സമയമാണ്. പൂരാടം ധൈര്യമായിട്ട് തന്നെ മുന്നോട്ട് പോവുക. ഭാഗ്യാനുഭവങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി വന്നു ചേരും. അടുത്ത നക്ഷത്രം ഉത്രട്ടാതി. കഷ്ടതകളുടെ നടുവിൽ തന്നെയായിരുന്നു ഇവർ. പല വിധത്തിൽ ദാരിദ്ര്യം അനുഭവിക്കുന്നു. എന്നാൽ ഇതൊക്കെ മാറി ഉത്രട്ടാതി നക്ഷത്ര ജാതകർ രക്ഷപ്പെടാൻ കഴിയുന്ന സമയം. ഈ ഏപ്രിൽ മാസത്തിൽ ചില നല്ല കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കും. ആത്മാർത്ഥമായി തന്നെ മുന്നോട്ട് പോവുക. തീർച്ചയായും നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നടന്നു കിട്ടും. പലപ്പോഴും ഏറ്റവും അടുത്ത് നിന്നവർ പോലും ശത്രുക്കളായി ഇവർക്ക് നേരെ തിരിഞ്ഞിട്ടുള്ള അവസ്ഥയുണ്ട്. പലരെയും പേടിക്കുന്നുണ്ട്, പലരെയും ഭയക്കുന്നുണ്ട് ഈ നക്ഷത്ര ജാതകർ. അത്രയേറെ ശത്രുശല്യമാണ് ഇവരെ സംബന്ധിച്ച് ഉള്ളത്. എന്നാൽ നല്ല ഒരു ഉയർച്ചയുടെ സമയമാണ് ഈ ഏപ്രിൽ മാസം. ധനപരമായി വളരെയേറെ ഉയർച്ച ഉണ്ടാവും. ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും മാറിക്കിട്ടും. ഒരു ജോലിക്കൊക്കെ ശ്രമിക്കുന്നവർക്കാണെങ്കിൽ ജോലി ലഭിക്കും. വീടൊക്കെ വയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വീടൊക്കെ വയ്ക്കാൻ സാധിക്കും. എല്ലാ രീതിയിലും നേട്ടമാണ്. ഭാഗ്യാനുഭവങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി വന്നു ചേരും. അടുത്ത നക്ഷത്രം പൂരമാണ്. പൂരത്തിനും ഇത് സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ്. പൂരം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് മനോവിഷമം മാറിയ സമയമില്ല. ഒരു സങ്കടം മാറുമ്പോൾ വിചാരിക്കും ഇതോടുകൂടി കഴിഞ്ഞു,
എൻ്റെ പ്രശ്നങ്ങളൊക്കെ അവസാനിച്ചു, ഇനി നല്ല നാളുകളായിരിക്കും എൻ്റെ മുന്നിൽ തെളിയുന്നതെന്ന്. പക്ഷേ അധികം സന്തോഷിക്കാൻ ഇടവരില്ല. വീണ്ടും വളരെയേറെ ദുഃഖത്തിലേക്കായിരിക്കും ഈ നക്ഷത്രം നീങ്ങുന്നത്. എന്നാൽ പൂരത്തിന് ഏപ്രിൽ മാസത്തിൽ വളരെ അനുഭവ സമ്പന്നമായ നല്ല കാര്യങ്ങൾ വന്നു ചേരും. ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി രക്ഷപ്പെടാൻ പൂരം നക്ഷത്ര ജാതകർക്ക് ഇനി സാധ്യമാകും. ഭാഗ്യാനുഭവങ്ങൾ ഒന്നിനു പിറകെ വന്നു ചേരും. ഗണപതി ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തുക, ഗണപതി ഹോമം ഒക്കെ നടത്തുക. അമ്മ മഹാമായ പൊന്നുതമ്പുരാട്ടിയുടെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകും. ആദിപരാശക്തിയുടെ രൂപം മനസ്സിലെപ്പോഴും ഓർക്കുക, അമ്മയെ പ്രാർത്ഥിക്കുക. അതൊക്കെ വലിയ മാറ്റത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും നിങ്ങളെ കൊണ്ടെത്തിക്കും. അടുത്ത നക്ഷത്രം ചതയമാണ്. ചതയത്തിനും ഇത് ഭാഗ്യത്തിൻ്റെ സമയമാണ്, ജീവിതത്തിൽ ഉയർച്ചയുടെ സമയം. അതീവ സമ്പൽ സമൃദ്ധിയിലേക്ക് ചതയം എത്തുന്ന സമയം. ചതയം രക്ഷപ്പെടുക തന്നെ ചെയ്യും. ഭാവി വളരെയേറെ നേട്ടം ഉണ്ടാക്കുന്നതായിരിക്കും. ചതയ നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഒരുപാട് ബുദ്ധിമുട്ടുകൾ, ഒരുപാട് സങ്കടങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. പലപ്പോഴും എത്രമാത്രം സങ്കടങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് എന്ന് ഇവർക്ക് തന്നെ അറിയുകയുള്ളൂ. ഇവർ പലയിടത്തും ഇവർ നിരപരാധികളായിരുന്നു, പക്ഷേ പലയിടത്തും ഇവർ ക്രൂശിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ വലിയൊരു ഉയർച്ചയുടെയും സമ്പൽ സമൃദ്ധിയുടെയും സമയത്തിലേക്കാണ് ഇവർ എത്തുന്നത്. ഇനി ഭാഗ്യാനുഭവങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി ഇവരെ തേടിയെത്തും. അത്രയധികം നേട്ടമുണ്ടാക്കുന്ന സമയമാണ് ചതയ നക്ഷത്ര ജാതകർക്ക്. ഈശ്വരവിശ്വാസത്തോടു കൂടി തന്നെ മുന്നോട്ട് പോവുക. പ്രശ്നത്തിൽ തെളിഞ്ഞു വന്നത് ഗണപതിയുടെ രൂപം തന്നെയാണ്. അതുകൊണ്ട് തന്നെ സകല വിഘ്നങ്ങളും മാറി ഒരുപാട് നേട്ടമുണ്ടാക്കാൻ ചതയ നക്ഷത്ര ജാതകർക്ക് ഇനി സാധ്യമാകും എന്നത് ഉറപ്പായ കാര്യമാണ്. അടുത്ത നക്ഷത്രം രേവതിയാണ്. കഷ്ടകാലങ്ങൾ ഒഴിയാൻ പോവുകയാണ്. ഇവരെ സംബന്ധിച്ച് ഒരുപാട് കഷ്ടകാലം തന്നെയാണ്. ഈശ്വര പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് മാത്രമാണ് തൻ്റെ ജീവിതമെന്ന് കണക്കുകൂട്ടുന്നവരാണ്. പക്ഷേ പലപ്പോഴും പല രീതിയിലുള്ള അബദ്ധങ്ങളാണ് ഇവർക്ക് സംഭവിച്ചിട്ടുള്ളത്. ആരെ സഹായിച്ചിട്ടുണ്ടോ, ആരെ വിശ്വസിച്ചിട്ടുണ്ടോ, അവിടെ നിന്നൊക്കെ ഈ നക്ഷത്ര ജാതകർക്ക് ചതിവുകൾ സംഭവിച്ചിട്ടുണ്ട്. ഒരു രീതിയിലല്ലെങ്കിൽ പല രീതിയിൽ. എന്നാൽ ആ മാറ്റമൊക്കെ ഇവരിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഇവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഇനി രക്ഷപ്പെടാൻ ഈ നക്ഷത്ര ജാതകർക്ക് കഴിയും. രേവതിയുടെ നല്ല സമയം തുടങ്ങിക്കഴിഞ്ഞു. നാളെ ഏപ്രിൽ മാസം 1-ാം തീയതിയാണ്. പുതിയ ഒരു മാസം പിറക്കുമ്പോൾ ഞാൻ ഈ പറഞ്ഞ നക്ഷത്ര ജാതകർക്കൊക്കെയും വലിയ ഒരു നേട്ടം വന്നു ചേരും. ഉരുകി മനസ്സ് വെണ്ണീറാകുന്ന ഒരവസ്ഥ തന്നെ ഇവർക്കുണ്ടാകും. പക്ഷേ ആഗ്രഹിച്ച കാര്യങ്ങൾ പലപ്പോഴും ഇവർക്ക് നടക്കാറില്ല. വീണ്ടും പരീക്ഷണങ്ങളാണ്. നല്ലത് കൊണ്ടുവരും എന്ന് മനസ്സിൽ ദൃഢപ്രതിജ്ഞ എടുക്കുക. നല്ലത് തന്നെ ജീവിതത്തിൽ സംഭവിക്കും എന്ന് ദൃഢപ്രതിജ്ഞയോടുകൂടി തന്നെ മുന്നോട്ട് പോവുക. എല്ലാ രീതിയിലും ഉയർച്ച വന്നു ചേരും. നേട്ടങ്ങൾ ഒരുപാട് വന്നു ചേരും. കഴിഞ്ഞുപോയ കാലഘട്ടത്തിലെ ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ മറന്നേക്കുക. സാക്ഷാൽ ഭഗവതി ആദിപരാശക്തിയുടെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകും. ഭഗവതിയുടെ അനുഗ്രഹം നിങ്ങൾക്ക് വന്നു ചേർന്നാൽ നിങ്ങൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും. അത്രയധികം അച്ചട്ടായിരിക്കും കാര്യങ്ങൾ. മനപ്രയാസങ്ങളൊക്കെ മാറും. സന്തോഷമായിട്ടിരിക്കുക. ഏപ്രിൽ മാസം ഈ പറഞ്ഞ നക്ഷത്രജാതകർക്കൊക്കെയും സൗഭാഗ്യ സമ്പന്നതയാണ്. നേട്ടത്തിൻ്റെ സമയമാണ്, ഐശ്വര്യത്തിൻ്റെ സമയമാണ്. അങ്ങനെ തന്നെ സംഭവിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി തന്നെ പ്രാർത്ഥിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി, നമസ്കാരം.